ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ട്യൂട്ടോറിയലിൽ നമ്മളൊരു ബനാനയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ ഓപ്പൺ ബനാനയല്ല, നമ്മളൊരു ക്ലോസ്ഡ് ബനാനയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ഗംഗാ ഡിസയറിൻ്റെ അക്രിലിക് ക്യാൻവാസ് ആണ് ഉപയോഗിക്കുന്നത്. ഡാർക്ക് യെല്ലോ കളറും ബ്രൗൺ കളറിയാണും പിന്നെ 3mm ക്രോഷ്യൂക്കാണ് നമ്മൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോളി ഫൈബർ ഫില്ലാണ് ഈ പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആദ്യം ബ്രൗൺ കളർ യാൺ വെച്ചിട്ട് നമ്മളൊരു മാജിക് റിങ് ചെയ്തെടുക്കണം. മാജിക് റിങ്ങിനകത്തേക്ക് 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ്. 1 2 3 4 5 6 6 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം ഈ മാജിക് റിങ് ടൈറ്റൻ ചെയ്യാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യൻ്റെ ഹെഡിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ചെയിൻ 1 ചെയ്തിട്ട് ഈ യാണ് കട്ട് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഞാനിവിടെ യാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു ചെയിൻ 1 ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബനാനയുടെ ബേസ് പോർഷനാണ് നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡാർക്ക് യെല്ലോ കളറിയാണ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യണം. ഈ റൗണ്ടിൽ നമ്മൾ ജസ്റ്റ് ബാക്ക് ലൂപ്പിലാണ് മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ 2 ലൂപ്സ് ഉണ്ട്. ഇതിനെ ഫ്രണ്ട് ലൂപ്പ് എന്ന് വിളിക്കും. ഈ ബാക്കിൽ കാണുന്ന ലൂപ്പിനെയാണ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. ഈ വി സ്റ്റിച്ചിന്റെ ബാക്കിൽ കാണുന്ന ലൂപ്പിനെയാണ് നമ്മൾ ബാക്ക് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. ഈ റൗണ്ടിൽ നമ്മൾ ബാക്ക് ലൂപ്സിൽ മാത്രമാണ് വർക്ക് ചെയ്യുക. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഡാർക്ക് യെല്ലോ കളറിയാണ് ഇതിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ചെയിൻ 1 ചെയ്യുക. ഇനി ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചാണ്. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ഞാൻ ചെയ്തു. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റിച്ച്, ഇതിനകത്തേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത് ആൻഡ് ഇത് സിക്സ്ത്. അപ്പോൾ 6 സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിനകത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ബനാനയുടെ ബേസ് പോർഷനാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അതായത് 1 ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്യുന്നത്. തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സ്റ്റിച്ചിലേക്ക് 1 സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അതായത് 1 ഇൻക്രീസ് 1 ഇൻക്രീസ് 1 ഇൻക്രീസ് എന്നുള്ള പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ടിൽ ചെയ്തത്. ഈ റൗണ്ടിന്റെ എൻഡിൽ നമ്മുടെ കയ്യിൽ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. അതിനുശേഷം ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് നമ്മൾ അവസാനിപ്പിച്ചെടുക്കുകയാണ്. അടുത്ത റൗണ്ട് ചെയ്യാനായി ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഒരു ഇൻക്രീസ് സ്റ്റിച്ച്, അതായത് 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ റൗണ്ടിലെ പാറ്റേൺ 1 ഇൻക്രീസ് 1, അതായത് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. അടുത്ത സെറ്റ് വീണ്ടും ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ 3 സെറ്റാണ് ഈ റൗണ്ടിൽ ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ 2 സെറ്റ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ സെറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ. ഈ റൗണ്ടിന്റെ അവസാനം നമ്മുടെ കയ്യിൽ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ടോട്ടൽ ഉണ്ടാവുക. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫോർത്ത് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അതായത് ഈ റൗണ്ടിലെ പാറ്റേൺ 1 ഇൻക്രീസ് 1 ഇൻക്രീസ് 1 ഇൻക്രീസ് 1 ഇൻക്രീസ് എന്നാണ്. അതായത് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഫോർത്ത് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, ഫിഫ്ത്ത് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, സിക്സ്ത് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, സെവൻത്ത് സ്റ്റിച്ചിലേക്ക് 1 സിംഗിൾ ക്രോഷ്യ, എയ്ത്ത് സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, നയൻത്ത് സ്റ്റിച്ചിലേക്ക് 1 സിംഗിൾ ക്രോഷ്യ, 10th സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ, 11th സ്റ്റിച്ചിലേക്ക് 1 സിംഗിൾ ക്രോഷ്യ ആൻഡ് ഫൈനലി 12th സ്റ്റിച്ചിലേക്ക് 2 സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഈ റൗണ്ടിന്റെ എൻഡിൽ നമ്മുടെ കയ്യിൽ 18 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഉണ്ടാവുക. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ടോട്ടൽ നമ്മളിവിടെ 1 2 3 4 5
5 ലെയേഴ്സ് ആണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി 6th ലെയർ മുതൽ 25th ലെയർ വരെ, 6ാമത്തെ ലെയർ മുതൽ 25ാമത്തെ ലെയർ വരെ ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ റൗണ്ടിലും 18 സിംഗിൾ ക്രോഷ്യയുടെ ലെയേഴ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ 6 മുതൽ 25 വരെ ഇൻക്രീസും ഇല്ല ഡിക്രീസും ഇല്ല, ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വീതമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ റൗണ്ടിലും 18 സിംഗിൾ ക്രോഷ്യയുടെ ലെയേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക, റൗണ്ട്സ് ആണ് ഉണ്ടാവുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ആൻഡ് ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടോട്ടൽ നമുക്ക് 25 റൗണ്ട് എത്തുന്നവരെ ഇതേപോലെ 18 സിംഗിൾ ക്രോഷ്യന്റെ റൗണ്ട്സ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ 6th ലെയർ റൗണ്ട് ആണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 25 വരെ ചെയ്യണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഞാനിവിടെ 25 ലെയേഴ്സ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മുതൽ ഇവിടെ വരെ 25 റൗണ്ട്സ് ആണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഫില്ലിങ്ങിനായിട്ട് ഈ പോളി ഫൈബർ ഫില്ല് നമുക്ക് ഉപയോഗിക്കാം. സോ ഇത് മൊത്തം നമുക്ക് ഫില്ല് ചെയ്തെടുക്കണം. അങ്ങനെ ഞാൻ ഇത് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ലെയർ ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡിക്രീസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഡിക്രീസ് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റിച്ചിന്റെ ഫ്രണ്ട് ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സെക്കൻഡ് സ്റ്റിച്ചിന്റെ ബാക്ക് ലൂപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോർമൽ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ചെയ്യാം. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം, തൊട്ടടുത്ത സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഡിക്രീസ് സ്റ്റിച്ച് ചെയ്യണം. ഇനിയുള്ള പാറ്റേൺ സെയിം ആണ്. ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നീട് ഒരു ഡിക്രീസ്, ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നീട് ഒരു ഡിക്രീസ്, വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, പിന്നീട് 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇപ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ 13 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഈ റൗണ്ടിൽ ഉണ്ടാവുക. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നീട് ഒരു ഡിക്രീസ്, സെക്കൻഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, തേർഡ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, ഫോർത്ത് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, ആൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മുടെ കയ്യിൽ ടോട്ടൽ 9 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് ആണ് ഈ റൗണ്ടിന്റെ എൻഡിൽ ഉണ്ടാവുക. അടുത്ത ലെയർ ചെയ്യാനായിട്ട് ഞാൻ ഗ്രീൻ കളർ യാണാണ് ഉപയോഗിക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ കളർ യാൺ വെച്ചിട്ടും കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്ത ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗ്രീൻ കളർ യാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിനെ അറ്റാച്ച് ചെയ്യാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ബ്രൗൺ കളർ യാണ് വെച്ചിട്ട് വേണമെങ്കിലും ഈ ലെയർ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ യാണ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഇതിലേക്ക്. എന്നിട്ടൊരു ചെയിൻ 1 ചെയ്യുന്നുണ്ട്. ഇനി ഇത് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ യെല്ലോ കളർ യാണിൻ്റെയും ഗ്രീൻ കളർ യാണിൻ്റെയും എൻഡ്സ് നമ്മൾ ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് യെല്ലോ കളർ യാണ് കട്ട് ചെയ്ത് കളയാം. ഈ റൗണ്ടിൽ ഗ്രീൻ കളർ യാൺ വെച്ചിട്ട് നമ്മൾ 4 ഡിഗ്രി സ്റ്റിച്ചസ് ആണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഡിഗ്രി സ്റ്റിച്ച്, സെക്കൻഡ് ഡിഗ്രി സ്റ്റിച്ച്, തേർഡ് ഡിഗ്രി സ്റ്റിച്ച്, ഫോർത്ത് ഡിഗ്രി സ്റ്റിച്ച്, ആൻഡ് ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്.
അങ്ങനെ മൊത്തം 5 സ്റ്റിച്ചസ് ആണ് ഈ റൗണ്ടിന്റെ എൻഡിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഗ്രീൻ കളറിയാണ് ചെയിൻ 1 ചെയ്ത് കട്ട് ചെയ്ത് കളയാം. അടുത്ത 2 ലെയേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രൗൺ കളർ യാണാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ബ്രൗൺ കളർ യാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്തെടുക്കാം. ചെയിൻ 1 ചെയ്യാം. ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ഓരോ സ്റ്റിച്ചിലേക്കും ചെയ്യുക. അതായത് 5 സിംഗിൾ ക്രോഷ്യാണ് നമുക്ക് ഈ റൗണ്ടിന്റെ എൻഡിൽ ഉണ്ടാവുക. അങ്ങനെ 2 ലെയേഴ്സ് ചെയ്യണം 5 സിംഗിൾ ക്രോഷ്യയുടെ. അങ്ങനെ ഞാനിവിടെ 5 സിംഗിൾ ക്രോഷ്യയുടെ 2 ലെയേഴ്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ചെയിൻ 1 ചെയ്ത് ഈ യാണ് കട്ട് ചെയ്ത് കളയാം. ഇനി എക്സ്ട്രാ വരുന്ന യാണ് നമുക്ക് വീവിൻ ചെയ്യാം ആദ്യം. അങ്ങനെ എക്സ്ട്രാ വന്ന യാണ് ഞാനിവിടെ വീവിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ക്യൂട്ട് ആയിട്ടുള്ള ബനാന ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇതേപോലത്തെ കൂടുതൽ ട്യൂട്ടോറിയൽസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.